ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോൾ ഇതേ നാട്ടിലത്തെ ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും കൂടെ ഇതേ പറമ്പിൽ ക്രിക്കറ്റ് കളിയാണ്. രാവിലെ തന്നെ കുഞ്ഞാപ്പി കിൻഡർജോയ് തുറന്നു കൊടുക്കാത്തതിന് അമ്മയുടെ അടുത്തോട്ട് പരാതി പറഞ്ഞ കേട്ടാ, അവളെ അടിച്ചു എന്ന്. പിന്നെ നോക്കുമ്പോൾ അതേ ഞാൻ ഇന്നലെ പോയിട്ട് ഞാനും അമ്മയും ഉണ്ണിയും കൂടെ പോയിട്ട് കുറേ ഇങ്ങനെ ചെടിയൊക്കെ വയ്ക്കാൻ പറ്റുന്ന സംഭവങ്ങളും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് സെറ്റപ്പാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ശകിരിച്ചോറും ഇതെല്ലാം. പിന്നെ എൻ്റെ മുടി ചുരുണ്ടിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ചെറുപ്പം തൊട്ട് തന്നെ എണീറ്റ് വരുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ സത്യസായിബാബയുടെ തല പോലെയാണ് എപ്പോഴും തല ഉണ്ടാവുക. പിന്നെ അതിങ്ങനെ തേച്ചും എനിക്ക് ഒതുക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ നോക്കുമ്പോൾ അതേ എത്തി നോക്കുന്ന ആളെ കണ്ട. ഇതൊക്കെ അച്ഛൻ എന്താ പറയുക, ഭക്ഷണം കൊടുക്കണ കുറേ കിളികളും കുറേ അണ്ണാൻകുട്ടികളും കുറേ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ രാവിലെ ചോറ് സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് മൂപ്പര് പണിക്ക് പോയി. അപ്പോൾ പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അവർ. ചുറ്റോറ് നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് മൂപ്പര് കുറേ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറെ കുറച്ച് ആൾക്കാരും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ വീട്ടിൽ വരുന്ന നേരങ്ങളിൽ ഇതൊന്നും കാണാറില്ല കേട്ടോ. കാരണം എണീറ്റ് വരുമ്പോൾ തന്നെ ഏകദേശം 10-11 മണി ആയിട്ടുണ്ടാവും. എനിക്ക് അത്രയും സമാധാനത്തോടെ അത്രയും നേരം കിടന്നുറങ്ങാൻ പറ്റുന്ന വേറൊരു സ്ഥലം വേറെ എവിടെയില്ല. എൻ്റെ വീട്ടിൽ ചെന്നാൽ മാത്രമേ അത്രയും നേരം സുഖമായി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അമ്മയൊന്നും വിളിക്കില്ല കേട്ടോ. എന്നിട്ട് പിന്നെ കുഞ്ഞാപ്പി എനിക്കാണെന്ന് വെച്ചാൽ പിന്നെ അമ്മ നോക്കിക്കോളും, ഭക്ഷണം കാര്യങ്ങളൊക്കെ അവർ കൊടുത്തോളും. പിന്നെ അത്രയും നേരം കൂടെ കിടന്നുറങ്ങാൻ പറ്റും. സമയം ഏകദേശം 8-9 മണി ആയിട്ടിട്ട്. അപ്പം ഞാൻ ഒരാളെ കാത്തിരിക്കുന്നു കേട്ടോ. ദേ വന്നു. കണ്ട കറക്റ്റ് സമയമാണ്. അപ്പോൾ രാവിലെ നല്ല ചൂട് വടയും മസാല ദോശയും മേടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ മസാല ദോശ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെയ്റോസ്റ്റ് കൊണ്ട് ആൾ വന്നിട്ടുണ്ട്. എൻ്റെ അനിയനാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവനാട്ടോ പോയി മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. നല്ല അടിപൊളി വടയും നെയ്റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞാൻ പൊതുവേ മേടിക്കാറുള്ളൊരു കട ഉണ്ട്. അവിടെ സൺഡേ ഓഫായിരിക്കും. അപ്പോൾ അമ്പാടി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. തന്നെ ഈ ശബരിമല സീസണിലൊക്കെ സമ്മാരമൊക്കെ പോയിട്ട് കഴിക്കാറുള്ളൊരു കുഞ്ഞു കടയാണ്. അവിടെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമായിട്ട്. അപ്പോൾ അവിടുത്തെ നല്ല വടയും നല്ല ദോശയൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡും നല്ലതാണ്. അപ്പോൾ അവിടെ നിന്നിട്ടാവും പോയി മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ച് അവൾ വട എടുത്ത് കഴിച്ചു, മറ്റേ മിളക് എന്തോട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത് തിരിച്ച് അവിടെ തന്നെ കൊടുന്ന് വെച്ച് പിന്നെ അങ്ങനെ ആ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതേ ഇപ്പോൾ പോണത് അനിയൻ്റെ വേറൊരു വീട്ടിലോട്ടാണ്. അവൻ അവിടുത്തെ ദത്തുപുത്രനാണ് കേട്ടോ. അവൻ വീട്ടിലിരിക്കുന്നതൊക്കെ കൂടുതൽ അവൻ ഇവിടെ ഉണ്ടാവുക. അപ്പം നമ്മുടെ തൊട്ടടുത്ത വീട് തന്നെയാണ്, നമ്മുടെ ഫാമിലി പോലെ തന്നെ കേട്ടോ. അപ്പോൾ അവിടെയാണ് കൂടുതൽ നേരം ഉണ്ടാവുക. അപ്പോൾ സൺഡേ ആയ കാരണം മൂപ്പര് വണ്ടി കഴുകാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നതാണ്. അയ്യോ അയ്യോ ഈ പുട്ടിയൊക്കെ അടിച്ചിട്ട് ഇപ്പം ഞാൻ പോണത് കൂറ്റനാട്ട് ഷഹനാസിലേക്കാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാനൊരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. എടുക്കല്ല, ഒരു 5 years മുന്നേ സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് ഞാൻ ഓൾറെഡി വെട്ടി കൊളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒരു പീസ് അതിൽ നിന്ന് തന്നെ എടുത്ത് ബ്ലൗസ് അടിച്ചപ്പോൾ എനിക്ക് സാരി തികയാണ്ട് വന്നു. അപ്പോൾ ഞാനൊരു പീസും കൂടെ എടുത്ത് എന്താ പറയുക ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പീസ് എടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരി തന്നെയാണ് കേട്ടോ അവിടെ അക്കൗണ്ടിങ്ങിൽ വർക്ക് ചെയ്യണേ. അപ്പോൾ നേരെ പോയപ്പോൾ അതേ എല്ലാവരെയും പോലെ കണ്ണാടി കണ്ടപ്പോൾ ഫോണെടുത്ത് പറ്റി ഷോ കാണിക്കുകയാണ്. അപ്പോൾ അതിൽ അതൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ പോയത് റിലയൻസിലേക്കാണ് കേട്ടോ. കുറച്ച് അരി സാധനങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് തന്നെ തിരിച്ച് ഗുരുവായൂർക്ക് വരാനുള്ള പരിപാടിയിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്ലാനെല്ലാം മാറി ബിരിയാണി ഉണ്ടാക്കി അത് കഴിച്ച് കഴിഞ്ഞ് പോകാമല്ലോ എന്നുള്ള പ്ലാനിലേക്കൊക്കെ എത്തി. അവസാനം
തേജുവിൻ്റെ വീട്ടിൽ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കിയത്, സെറ്റായത്. നമ്മളെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ബിരിയാണിയൊക്കെ വെച്ച് ഞാൻ സാലഡിലേക്കുള്ള ഉള്ളി എരിഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കത്തി അടിക്കുന്നുണ്ട് എല്ലാവരും. ഇവർ അനിയത്തിമാരാണ്. അപ്പോൾ അവരൊരു ജ്വല്ലറിയുടെ പേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കലും ഒക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊന്നും ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അവരുടെ പേജ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഓണത്തിൻ്റെ ആയിട്ട് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ. അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ. കാണുന്ന ആൾക്കാർ അതെന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്കി നോക്കും. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ജ്വല്ലറീസാണ്. പിന്നെ ഇത് തേജുവിൻ്റെ വക കുറേ, എൻ്റെ വകയും കുറേ ഷോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണി പൂട്ടിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ റൈസ് ഇങ്ങനെ വേവിച്ച് ഒരു 80% വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം ഇരുന്ന് പോയി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അതിങ്ങനെ ഒരു എന്താ പറയുക കല്ലച്ച പോലത്തെ അവസ്ഥയായി. അപ്പോൾ പിന്നെ ലാസ്റ്റ് അപ്പം കഴിക്കാനുള്ള കുറച്ച് ഭാഗം നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്നും കൂടെ ഒരു വിസിലടുപ്പിച്ചെടുത്തപ്പോഴത്തേനും ബിരിയാണി സംഭവം സെറ്റ്. അതിൻ്റെ ഇടയിൽ ഇവർ രണ്ടാളുടെ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത്. അപ്പോൾ സാലഡിൽ തൈരും കാര്യങ്ങളൊക്കെ ചേർത്ത് ഒരു സൈഡിൽ വെച്ചപ്പോൾ ബിരിയാണി ഇതേ ഇങ്ങനെ സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ അരിയിലേക്ക് ദമ്മിട്ടപ്പോൾ അത് ദമ്മ് സെറ്റായില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എടുത്ത് പൊന്തിച്ച് നോക്കി താഴ്ത്തി വെച്ചിട്ട് അതങ്ങോട്ട് കറക്റ്റായിട്ട് വന്നില്ല. ഇപ്പോൾ അത് കഴിഞ്ഞ് കുക്കറിലൊരു വിസിൽ അടിച്ചപ്പോൾ പിന്നെ ഓക്കെ കേട്ടോ. അപ്പോൾ വലിയൊരു എന്താ പറയുക അടപ്പിലേക്ക് വലിയൊരു പ്ലേറ്റ് ഉണ്ടാവില്ലേ, പ്ലേറ്റിലേക്ക് നമുക്ക് കഴിക്കാനുള്ളത് ഒന്നാകെ കോരിയിട്ടിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ വട്ടളഞ്ഞിരുന്നിട്ടാണ് കഴിച്ചപ്പോൾ കഴിക്കണ ഭാഗമൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതൊന്നും ആഡ് ചെയ്തില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വേഗം ഇരുന്ന് കഴിച്ച് തീർത്തു അത്. പ്ലേറ്റ് എടുക്ക് സായോ, അത് പ്ലേറ്റോടെ എടുക്ക്. തൈരിനെയും ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഗുരുവായൂരിക്കന്നെ പോകട്ടെ. അപ്പോൾ എനിക്ക് 5 രൂപ കടയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ഫ്ലാറ്റിൽ പോയിട്ട് ഡ്രസ്സും ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ പോയത് 5 രൂപ കടയ്ക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കടയായിട്ടോ ഗുരുവായൂർ. ഇത് പോയാൽ എത്ര വട്ടം പോയി കഴിഞ്ഞാൽ ഇതിൽ മതി വരില്ല. മുന്നേ നോക്കുമ്പോൾ മുകളിലത്തെ സ്റ്റെയറിൽ ഇങ്ങനെ കുറച്ച് അവർ കയറി ചെല്ലുന്ന ഭാഗത്ത് മാത്രമേ കുപ്പിവളകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് കുപ്പിവളകളുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം മൊത്തത്തിൽ കുപ്പിവളകളുടെ സെക്ഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു കുട്ടി പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഒരു ഡിസംബർ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും മുകളിലത്തെ ആ ഒരു ഫ്ലോർ മൊത്തം കുപ്പിവളയുടെ സെക്ഷനാകുന്നു. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വളകളൊക്കെ അവിടെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഒക്കെ 40, 60 അല്ലാണ്ട് അതിൻ്റെ മുകളിലേക്കോ താഴത്തേക്കോ ഒന്നുമില്ല. എല്ലാം 12 വള, ഒരു ഡസന് 40ൻ്റെ ഉണ്ട്, 60ൻ്റെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ 40ൻ്റെയാണ്. ഓൾമോസ്റ്റ് അതിൽ കൂടുതൽ 40ൻ്റെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും വളകൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനൊരു സെക്ഷനാക്കി വെച്ചപ്പോൾ നമുക്കതിൽ വളകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലെപ്പോഴും ഓപ്പൺ ചെയ്തിട്ട് അവരുടെ അടുത്ത് നോക്കാൻ പറയണം പൊട്ടിയിട്ടുള്ളത് ഏതെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ അതവർ മാറ്റിത്തരും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഓരോ സെക്ഷനായിട്ട് ഞാൻ ഫോട്ടോസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചാൽ കയറിയിട്ടില്ല, പോയി നോക്കിക്കോളൂ. അങ്ങനെ പിന്നെ തിരിച്ച് വന്നപ്പോൾ ലാലു വർക്കിന് പോയിട്ട് തിരിച്ചു വന്നിരുന്നപ്പോൾ അവൾക്ക് ലബൂബുവിനെ കൊണ്ട് നടത്തുന്നുണ്ട്. ലബൂബ് കുറേ ദിവസമായി റീൽസൊക്കെ കണ്ട് ലബൂബു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ കുറേ നോക്കി കിട്ടിയില്ല. പിന്നെ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൻ സർപ്രൈസായിട്ട് കൊടുത്തപ്പോൾ അവളുടെ മുഖത്തുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളാണ്.
അങ്ങനെ പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ അവൾ കിടന്ന് ഉറങ്ങിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് കടന്നു. മാലകൾ കുറേ ഉണ്ടാക്കാനുണ്ടായിരുന്നു, ഓർഡേഴ്സ് കുറേ വന്ന് കിടന്നായിരുന്നു. അപ്പോൾ അത് തീർക്കാനുള്ള പരിപാടിക്ക് ഇരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൈയൊക്കെ പൊളിഞ്ഞായിരുന്നേ. ഇത് പുതിയ ഡ്രിമ്മറല്ല ഡ്രില്ലർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കൈൻ്റെ മുന്നിൽ. ഓക്കെ, ബൈ.